ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടും തീർത്ഥാടകർ ഏതെങ്കിലും അർത്ഥത്തിൽ കുറയുകയല്ല, മറിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ സന്നിധാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും തീർത്ഥാടകർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തീർത്ഥാടനം സുഗമമായ അനിഷ്ട സംഭവങ്ങളില്ലാതെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളോ മറ്റു തരത്തിൽ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പരിസമാപിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമല്ലേ? അല്ല അഭിലാഷേ, ഈ ഇത്തരം ഗൗരവമായ ചർച്ച വരുന്ന സമയത്ത് ഈ പെറ്റി പൊളിറ്റിക്സ് പറഞ്ഞ് ഈ വിഷയത്തിന്റെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരെ അനുവർത്തിക്കുന്ന ഒരു നയമാണ്. അതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ അത് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനതിലേക്ക് വരുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയിൽ പിണറായി വിജയന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കിറ്റ്, അപ്പോൾ അത് കൊടുത്ത് വോട്ട് മേടിക്കുന്ന ആളുകളോട് എന്ത് പറയാൻ? ഞാനതിനെ തള്ളിക്കളയുകയാണ്. ഞാനതിനോട് മറുപടി പറയുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് സർക്കാർ ഹൈന്ദവ സംഘടനകളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവിടെയൊക്കെ അയ്യപ്പ സേവാ സംഘം പ്രവർത്തിക്കുന്നുണ്ട്, അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അയ്യപ്പന്മാർക്ക് കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കാൻ, എങ്ങനെ വരണം, ഏത് സമയത്ത് വരണം, എത്ര പേർക്ക് വരാം, നിങ്ങൾ ഇപ്പോൾ പമ്പ മലിനമാക്കുന്നു, അവരുടെ തുണിയടക്കം പമ്പയിൽ ഒഴുക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെങ്ങനെ പെരുമാറണം? ഇത് ഈ ഭക്തജന സംഘടനകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി അവരോട് ഈ സംസാരിക്കാൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ നാളിതുവരെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന പിണറായി വിജയൻ നിയമിക്കുന്ന ദേവസ്വം ബോർഡിന് ശ്രമിച്ചിട്ടുണ്ടോ? മറിച്ച് അവിടെ നിന്നൊക്കെ സംഘടനകളെ പുറത്താക്കുന്ന സമീപനല്ലേ? ക്ഷേത്രങ്ങളെ സമഗ്രാധിപത്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന സമീപനല്ലേ? പാർട്ടി തീരുമാനിക്കും, പാർട്ടി നടത്തുന്ന കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ക്ഷേത്രങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല അതിന്റെ പിന്നിൽ. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണം. അതിന് ഹൈന്ദവ സംഘടനകളെ, ഭക്തജന സംഘടനകളെ ഒക്കെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് നമുക്ക് ഇതൊരു യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു അഭിമാനമാണ് ശബരിമല. നമ്മുടെ സർക്കാരിന് ഏത് അർത്ഥത്തിലും സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം, അതേപോലെ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന് ഏറ്റവും നട്ടല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, നമ്മുടെ എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം ഈ ശബരിമല തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു വലിയ ഒരു സംഭവമാക്കി മാറ്റാം. അതിന് പകരം അതിനെ സംബന്ധിച്ച് തീർത്തും നിരുത്തരവാദപരമായിട്ട് അനാസ്ഥയോടെ അവഗണിച്ച് ഈ തീർത്ഥാടന കാലം എല്ലാ വർഷവും ഇപ്പോൾ ഹൈക്കോടതി വേണം ശബരിമല തീർത്ഥാടനം ശരിയായി നടക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ആ കഴിവുകേട് തങ്ങളുടെ മേന്മയായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പറയാന്ന് പറഞ്ഞാൽ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹൈക്കോടതിക്ക് ഇങ്ങനെ തിട്ടൂരം ഇറക്കേണ്ടി വരുന്നത് കഴിവുകേടല്ലേ? അവിടെ ഇരിക്കുന്നവർക്ക് 10 കാശിന്റെ കഴിവില്ല. എന്നിട്ട് ശബരിമല ആസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് അതുകൊണ്ടാണ്. അങ്ങനെ ഹൈക്കോടതി നിങ്ങൾക്ക് ശബരിമല അടക്കമുള്ള കൊള്ളയടിക്കാൻ, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ നിങ്ങൾക്ക് ഈ സംഘടനകളൊക്കെ ഇത് ശരിയാവില്ലല്ലോ. വിഗ്രഹമടക്കം കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ, സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ ഹൈന്ദവ സംഘടനകൾ അവിടെ നിങ്ങൾക്ക് തടസ്സമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി. നിങ്ങൾ ആദ്യം ക്ഷേത്രത്തിലെ സമ്പത്ത് ആ വാസുവിനോട് കൊണ്ടുപോയ ആ വാസുവിനോടും പത്മകുമാറിനോടും അയ്യപ്പന്റെ വിഗ്രഹം, യഥാർത്ഥ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കാൻ പറയും. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി കൊണ്ടുവന്ന് വെക്കാൻ പറയും. നിങ്ങളുടെ സഖാവല്ലേ, നിങ്ങളുടെ പാർട്ടി സഖാവല്ലേ, ആ പാർട്ടി സഖാവിനോട് പറയേ അയ്യപ്പന്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് വെക്കാൻ, അടിച്ചുകൊണ്ടുപോയത് മുഴുവൻ എടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറയേ, തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറയേ, വിശ്വാസിനോട് മാപ്പ് പറയാൻ പറയേ, വിശ്വാസിയോട് മാപ്പ് പറയേ, നിങ്ങൾ പറഞ്ഞതാണ് വിശ്വാസികളോട് മാപ്പ് പറയണം. എന്തെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട് വന്ന ഉത്തരവ് അനുകമ്പ ക്ഷേത്രവിശ്വാസികളോടുണ്ടെങ്കിൽ വിശ്വാസികളോട് മാപ്പ് പറയണം. വില കൊടുത്ത് വാങ്ങിയത് അതാണ്. ഇതെങ്ങനെ ശരിയാകും? അതൊന്ന് പറയണം ആദ്യം. ശരി, ആർ വി ബാബു മറുപടി പറയേണ്ടത് ആകെ മോശം, കോടതിയാണ് സാർ, വില കൊടുത്ത് വാങ്ങിയതാണ്. അതെങ്ങനെ ആവശ്യം? എന്തായാലും ഈ മണ്ഡലകാലം സുഗമമാകട്ടെ എന്ന് വിചാരിക്കാം. എല്ലാം അവിടെ ട്രാക്കിലാവട്ടെ.